നിങ്ങളിങ്ങനെ മെഡിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ട് നടന്നു. അപ്പൊ എന്റെ കസിൻ എന്ത് ചെയ്തിരിക്കണ്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓളെ അയച്ച മെസ്സേജ് ആണ്, എടാ ഹെൽത്തി കുട്ടാ ഗൊമ്മാലേന്ന്. ഞാൻ ചോദിച്ചത് എന്താ സംഭവം, എനിക്കറിയില്ല. ഇന്ന് ഞാൻ ചോദിച്ചപ്പോ വീണ്ടും മെസ്സേജ് അയച്ചിരിക്കുക, ഇത് ഇങ്ങനെ ഒരു റീലുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇല്ല, അറിഞ്ഞിട്ടില്ല. ഇത് റീലൊക്കെ കണ്ട് നടക്കണം അവര്. ഞാൻ ഇവിടെ 4 മണിക്ക് നീറ്റ് 6 മണിക്ക് ക്ലൈന്റ് മീറ്റിംഗ്, 8 മണിയാവുമ്പോ എന്ത് ചെയ്യണം, കമ്പനീന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് അത് നിർത്തി വെച്ച് അപ്പോഴേക്കും പുതിയൊരു ക്ലൈന്റിന് വേറെ സ്റ്റാർട്ടപ്പ് കൊടുക്കണം. അപ്പൊ അതും കഴിഞ്ഞ് പ്രയറും കഴിഞ്ഞ് 7 മണിക്ക് ഇരുന്നതാ. പിന്നെ 10 മണി വരെ നമ്മളെ മെന്റർപ്രോസ് പോക്കപ്പിന്റെ വർക്ക്. അത് കഴിഞ്ഞ് 11 മണിക്ക് പിന്നെ റിവ്യൂവേഴ്സിന്റെ കുറെ ഇഷ്യൂവും കാര്യങ്ങളും അതൊക്കെ സോൾവ് ചെയ്ത് പിന്നെ കുറച്ച് ഷൂട്ടും വർക്കൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് 3 മണിക്ക് കിടന്ന് വീണ്ടും 4 നീക്കണം. അപ്പോഴാണ് വെറുതെ മെസ്സേജ് നോക്കിയത്. അപ്പോഴാണ് കൊമ്മാലെ ഹെൽത്തി കുട്ടാ, മനുഷ്യന്റെ ഫുൾ ഹെൽത്തും പോയി നിൽക്കുക. വേറെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുക വാട്സപ്പിൽ കസിൻ. ഓന്റെ മെസ്സേജ് എന്താ വെച്ചാല്, നെട്ടിക്കൽ ബിരിയാണി കഴിക്കാൻ പോയ നിങ്ങളെപ്പോഴാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഓന്റെ ഉമ്മ വിളിച്ചിട്ടുള്ളൂ. ഓന്റെ വീട്ടുകാർ മൊത്തം നെട്ടി നിൽക്കുക. അവന്റെ മാത്സിന്റെ മാർക്ക് ഉണ്ട്. എന്നിട്ട് പിന്നെ വന്നിട്ട് ഇങ്ങോട്ട് ഇരിക്കാൻ, നെട്ടിക്കൽ ബിരിയാണി ഇവിടെ കഴിക്കാൻ പോകും, നിങ്ങള് വരുന്നുണ്ടോ. വേറെ പ്രശ്നം എന്താ വെച്ചാൽ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അഭിജിത്ത്. അവന്റെ ബ്രദർ ബിടെക് കഴിഞ്ഞ് നിൽക്കാണ്, കഴിഞ്ഞ വർഷം കഴിഞ്ഞതാ. ഞാൻ അന്നേ അഭിജിത്തിനെ പറഞ്ഞു, നീ എന്ത് ഈ 8 മാസം അവൻ എനിക്കിതാ, ഞാൻ സെറ്റ് ആക്കിയിട്ട് ജോലിക്ക് കയറ്റി കൊടുക്കാന്ന് പറഞ്ഞു. ഇതുവരെ ആ ചെക്കനെ കാണാനില്ല. കഴിഞ്ഞ ആഴ്ച അഭിജിത്ത് വീണ്ടും വിളിച്ചാടാ, എന്തെങ്കിലും ചെയ്യാം, അച്ഛൻ ചൂടാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആ റെസ്യൂമെങ്കിലാക്കി. ഇവന് റെസ്യൂമെ പോലും ഇല്ല ഇപ്പോൾ. അഭിജിത്ത് പറഞ്ഞാടാ, നീ ഒന്ന് വിളിച്ച് പറയണ്ട ചെക്കനോട്. ഞാൻ പറഞ്ഞാ, ഞാൻ അത്ര തിരക്കില്ല, എനിക്ക് അറിയാലോ. അങ്ങനെ ഞാൻ എന്തായാലും വിളിച്ച സമയത്ത് ഈ പയ്യൻ, ആ ചേട്ടാ പറ, സൗണ്ട് ക്ലിയർ ആവുന്നില്ല ചോദിച്ചു. ഞാന് ഫ്രണ്ട്സും ബൺ മാസ്ക് തിന്നാൻ വന്നേക്കാണ്. ബൺ മാസ്ക് എന്താണ് ഇപ്പൊ ട്രെൻഡിങ് ആണ് കേട്ടാ, കേരളത്തില് ഫുൾ ട്രെൻഡിങ്. നീ ഇത് കാണുന്നുണ്ടാവില്ലല്ലേ, ട്രെൻഡായിട്ട് നടന്ന നീ. ഞാന് എന്റെ ഏട്ടനെ അവിടെ വീട്ടിൽ ഭയങ്കര പ്രഷറാണ്. ഇവിടെ കിടന്ന് ഫ്രണ്ട്സുകളുടെ കൂടെ ബൺ മാസ്കും കടിച്ച് തിന്ന് നടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താ പ്ലാനൊന്നും ഇല്ല, നിനക്ക് ജോബ് വേണ്ടേ. അപ്പൊ ഞാൻ പറയാ, ഈ വർഷം ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ എടുക്കേണ്ട സാധനമല്ല ഈ ബ്രേക്ക് എന്ന് പറയുന്നത്.